റെക്കോർഡ് ആവുന്നോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഏതൊരു പ്രോഗ്രാമും തുടങ്ങുന്ന പോലെ സം ഓഫ് ഡിജിറ്റ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമ്മളൊരു നമ്പർ 345 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടണം? 3 + 4 + 5. ഓക്കെ, 3 + 4 + 5, അതായത് എത്ര കിട്ടണം? 12 എന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടണം. അതാണ് നമ്മൾ 345 എന്നുള്ളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ടായിട്ട് 12 എന്ന് കിട്ടുന്നു. അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മുടെ ഗോൾ അതാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഫസ്റ്റ് ആക്ഷൻ ഗ്രൂപ്പ് iostream.h hash include ponyo.h, sorry, void main. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താ? ഒരു നമ്പർ യൂസറിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം അല്ലേ. സോ ഇൻഡൻ അല്ലെങ്കിൽ ഇൻറ്റ് നം എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇൻറ്റ് നം ജസ്റ്റ് ആ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിൾ. ഓക്കെ, cout enter your number. അടുത്തത് എന്തായിരിക്കും? seen num അല്ലേ. ഇതുവരെ കുഴപ്പമില്ലല്ലോ, ഇതുവരെ ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? ഈ ഒരു നമ്പർ, ഈ ഒരു നം എന്ന വേരിയബിളിൽ എന്ത് നമ്പർ ആണോ ഉള്ളത് അതിന്റെ ഓരോ ഡിജിറ്റും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം അല്ലേ. എന്നാലല്ലേ ആഡ് ചെയ്യാൻ പറ്റൂ. അല്ലേ? ചേടാ, നിങ്ങളുണ്ടോ അവിടെ? റെസ്പോണ്ട് ചെയ്യൂ. ഇപ്പൊ 23 ആണ് കൊടുത്തതെങ്കിൽ 2 + 3 അങ്ങനെ കിട്ടണം. 1 by 1 ആയിട്ട് ഓരോ ഡിജിറ്റ് കിട്ടണം അല്ലേ. അപ്പൊ നമുക്ക് വേണ്ടത് ഓരോ ഡിജിറ്റ് ആയിട്ട് കിട്ടണം എന്നേ ഉള്ളൂ. ഇപ്പൊ 345 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 + 4 + 5 തന്നെ ആകാം, അല്ലെങ്കിൽ എന്താകാം 5 + 4 + 3 ആകാം. ഈ ഓർഡർ മാറി എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ടോട്ടൽ ഈ ഒരു സമ്മ് മാറുന്നില്ല അല്ലേ. ഇപ്പോ എന്തേലും കിട്ടിയോ? എന്തേലും എങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലായോ? എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കഴിഞ്ഞ പ്രാവശ്യം പാലൻഡ്രോം ചെയ്ത സമയത്ത് എന്താ ചെയ്ത? നമ്മൾ ലാസ്റ്റ് ബിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലേ? മോഡുലസ് കാണാം അല്ലേ. എങ്ങനെ? ഏത് നമ്പർ കൊണ്ട്? ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മോഡുലസ് കാണാം അല്ലേ. റിമൈൻഡർ കണ്ടാൽ മതി ആണല്ലോ. അപ്പം ഒരു തവണ നമുക്ക് ഒരു റിമൈൻഡർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? അഡീഷന് വേണ്ടിയിട്ട് സമ്മ് സ്റ്റോർ ചെയ്യാൻ വിചാരിക്കുന്ന ആ വേരിയബിളിലേക്ക് ആഡ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണെങ്കിലും ഒരു സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമ്മ് എന്നുള്ളൊരു വേരിയബിൾ ഞാൻ കൊടുക്കുകയാണ്. അതിൽ ഞാൻ 0 ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, സമ്മിൽ എന്തെങ്കിലും ഒരു വാല്യൂ വേണം. കാരണം സമ്മിന്റെ കൂടെ സം പ്ലസ് റിമൈൻഡർ ഈ ഒരു രീതിയിലായിരിക്കും ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ സമ്മില് 0 എന്നുള്ള വാല്യൂ തന്നെ വേണം. 0 ആണെങ്കിലേ നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, ദെൻ എനിക്ക് എന്ത് ചെയ്യണം? കോഷ്യന്റ് സ്റ്റോർ ചെയ്യാനും റിമൈൻഡർ സ്റ്റോർ ചെയ്യാനും 2 വേരിയബിൾസ് വേണ്ടി വരും അല്ലേ. അപ്പൊ കോഷ്യന്റ് സ്റ്റോർ ചെയ്യാൻ Q ആൻഡ് റിമൈൻഡർ സ്റ്റോർ ചെയ്യാൻ R ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ പാലിൻഡ്രോമിന്റെ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്ക് ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ ജസ്റ്റ് ഇൻവെസ്റ്റ് പോയി നോക്കാം, പാലിൻഡ്രോമിന്റെ പ്രോഗ്രാം എങ്ങനെയാ ചെയ്തെന്നുള്ളത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ
ഡു വൈൽ കണ്ടീഷൻ കൊടുക്കുകയാണ് ഡു. നമുക്ക് ഡിജിറ്റ് 0 ആകുന്ന വരെ നമ്മൾ കൊടുത്ത എന്ത് ഡിജിറ്റ് ആണോ അത് 0 ആകുന്ന വരെ നമുക്കത് ചെയ്യണം അല്ലെ. സോ ഡു എന്ത് പറഞ്ഞു, q is equal to num by 10. Okay, then r equal to num modulus 10 അല്ലേ. അപ്പം ആറില് ലാസ്റ്റ് ബിറ്റ് വന്നു. then sum equal to sum plus r കഴിഞ്ഞില്ലേ. while n not equal to 0. cout ഇനി എന്ത് പറയാം, sum of digits equal to എവിടെയായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക, സമ്മിൽ അല്ലേ. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മൾ പാലൻഡ്രോം ചെയ്തിട്ടുണ്ടായിരുന്നു. പാലൻഡ്രോമിൽ ചെയ്യുന്ന അതേ കോഡ് ഇത്ര വരെ സെയിം കോഡാണ്, ബാക്കി മാത്രമേ ഡിഫറൻസ് ഉള്ളൂ അല്ലേ. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞാല് മാനുവലായിട്ടൊന്ന് പാലൻഡ്രോമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി പറയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ പ്രോഗ്രാമിൽ എന്താ ചെയ്തത്, ഫസ്റ്റ് തന്നെ നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്ന് ഒരു നമ്പർ വാങ്ങി അല്ലേ. ഓക്കെ, അപ്പൊ യൂസറുടെ കയ്യിൽ നിന്ന് ഒരു നമ്പർ വാങ്ങി. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കോഷ്യന്റും റിമൈൻഡറും QR എന്നുള്ള വേരിയബിൾസിൽ സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന നമ്പർ ഒരു 234 ആയിക്കോട്ടെ. ഓക്കെ, 234. ഓക്കെ, നമ്മൾ ഡു വൈൽ ലൂപ്പിൽ ഇപ്പൊ നമ്മിൽ 234 എന്നുള്ള വാല്യൂ ഉണ്ട്. ഡു വൈൽ ലൂപ്പിൽ കയറാണ്. ഡൂന്ന് കണ്ടതും ഡു വൈൽ ലൂപ്പിന്റെ ബോഡി നമ്മൾ 1 ടൈം എക്സിക്യൂട്ട് ചെയ്യും അല്ലെ. അവിടെ ഫസ്റ്റ് കാണുന്ന എന്താ, q is equal to num divided by 10. 234 divided by 10 ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഷ്യന്റ് 23 ആയിരിക്കും കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് r is equal to num modulus 10. ഓക്കെ, ഇവിടെ ക്യൂവിന് നമുക്ക് വേറെ വേണ്ടി വരില്ല, നമ്മ തന്നെ മതി. ഓക്കെ, നമ്മിൽ തന്നെ നമുക്ക് മാറ്റാം. കാരണം പാലൻഡ്രോമില് നമ്മൾ ലാസ്റ്റ് ഒറിജിനൽ വാല്യൂയും ചേഞ്ച് ചെയ്ത വാല്യൂയും തമ്മിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറെ ഒരു വേരിയബിൾ കൊടുത്തത്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. നം ഇസ് ഇക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10 ഈസ് ഇനഫ്. ഓക്കെ, ഓക്കെ, സോ ഇവിടെ എന്തായി, നമ്മൾ കൊടുത്ത ഒറിജിനൽ വാല്യൂന്ന് ഓവർ റൈറ്റ് ആയി. നം ഇസ് ഇക്വൽ ടു 23 ആയി. സോ വി മസ്റ്റ് ഈ r നമ്മൾ മേലെ വെക്കണം. അപ്പോൾ ഓക്കെ, എന്നാലേ കറക്റ്റ് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നം ഇസ് ഇക്വൽ ടു 234 എന്നുള്ളൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡു വൈൽ ലൂപ്പ് കയറി നമ്മൾ ഫസ്റ്റ് തന്നെ r equal to num modulus 10 ആണ് നോക്കുന്നത്. ഓക്കെ, സോ r is equal to num modulus 10. 234 divided by 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ ആയിട്ട് 4 കിട്ടും. സോ 4. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നം is equal to num by 10. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഓവർ റൈറ്റ് ചെയ്തു. 234 divided by 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഷ്യന്റ് ആയിട്ട് 23 കിട്ടും. ആ 23 നമ്മിൽ പോയിരിക്കും. ദെൻ sum is equal to sum plus r. Sum is equal to 0 plus r. 0 plus 4, 4. Okay? മനസ്സിലായോ? ഹലോ, ഫസ്റ്റ് ഇറ്ററേഷൻ മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പൊ നേരത്തെ ഞാൻ എഴുതിയത് എങ്ങനെയായിരുന്നു, നം ഇസ് ഇക്വൽ ടു നം ബൈ 10, അതിന് ശേഷമായിരുന്നു r ഇസ് ഇക്വൽ ടു നം മോഡുലസ് 10. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടില്ല അല്ലെ. ഫസ്റ്റ് r കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മ കണ്ടാലേ കറക്റ്റ് ഉത്തരം, നമുക്ക് വേണ്ട ഉത്തരം കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന സെയിം ആണ്, പക്ഷെ അതിന്റെ ഓർഡറും കൂടി ശ്രദ്ധിക്കണം. കേൾക്കുന്നുണ്ടോ? ഹലോ, നമുക്ക് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്തേ.
അഭിജിത്തിന് മാത്രമാണോ മനസ്സിലായേ? ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ലേ? ഓക്കെ, ആ ഓർഡറും കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പാലിൻഡ്രോമിൽ നമ്മൾ വേറൊരു എന്നിലേക്ക് സ്റ്റോർ ചെയ്ത് എന്തുകൊണ്ടാണ്? നമുക്ക് ഒറിജിനൽ വാല്യൂം വേണം, നമ്മൾ മാറ്റം വന്ന വാല്യൂം നമുക്ക് വേണം. അതുകൊണ്ടാണ് വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തത്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല, ഇവിടെ ഫർദർ ചെക്കിംഗ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ആ ടോട്ടൽ സമ്മ് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂന്നോ അല്ലെങ്കിൽ എന്നോ വേറൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹലോ അപർണ എന്തേലും പറഞ്ഞോ? ഞാൻ ഒന്നും കേട്ടില്ല. ഹലോ, ഇല്ല മിസ് ഒന്നും പറഞ്ഞിട്ടില്ല, അതിപ്പം ജോയിൻ ആയതുകൊണ്ട്. ഓക്കെ ശരി. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് ഇറ്ററേഷൻ. ഫസ്റ്റ് ഇറ്ററേഷനിൽ നമുക്ക് എന്ത് കിട്ടി? ഡു വൈൽ ലൂപ്പിന്റെ ഫസ്റ്റ് എക്സിക്യൂഷനിൽ നമുക്ക് r=4 നമ്മൾ 23 ആയിട്ട് ഓവർ റൈറ്റ് ചെയ്തു. ദെൻ sum=4. പിന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വൈൽ n അല്ല, നമ്മൾ നം ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വൈൽ നം നോട്ട് ഈക്വൽ ടു 0. നം ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്ത് നോക്കും അല്ലെ. 23 നോട്ട് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണ്, 23 ഈസ് നോട്ട് ഈക്വൽ ടു 0. സോ ഈ ഒരു ലൂപ്പ് നമ്മൾ ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും നമ്മൾ നോക്കും r=നം മോഡുലസ് 10. ഇപ്പൊ ചെയ്യുന്നത് 23 മോഡുലസ് 10 ആണ് ചെയ്യുക. എന്താ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുക? 3 കിട്ടും അല്ലെ. r=3. ദെൻ അഗൈൻ നം ഡിവൈഡഡ് ബൈ 10. 23 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? കോഷ്യന്റ് ആയിട്ട് 2 കിട്ടും. അത് നം എന്നുള്ള വേരിയബിളിൽ പോയിരിക്കും. നെക്സ്റ്റ് സം പ്ലസ് r. അപ്പൊ സമ്മിൽ ഇപ്പൊ 4 എന്നുള്ള ഒരു വാല്യൂ ആണ്. 4 പ്ലസ് 3 എന്ന് പറയുന്ന സമയത്ത് എന്തായി? 7 എന്നുള്ള വാല്യൂ വന്നു അല്ലെ. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എന്ത്? നം നോട്ട് ഈക്വൽ ടു 0 ആണോ. സോ നമ്മിന്റെ വാല്യൂ 2 ആണ്. 2 നോട്ട് ഈക്വൽ ടു 0, കണ്ടീഷൻ ട്രൂ. വീണ്ടും എന്ത് ചെയ്യും? ഈ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും r=നം മോഡുലസ് 10. 2 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? റിമൈൻഡർ 2 തന്നെ കിട്ടും. അഗൈൻ നം ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. സോറി, ഓക്കെ ഇവിടെ എഴുതാവേ. നം ഈക്വൽ ടു ഇവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നം ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. നമ്മിന്റെ വാല്യൂ 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് കോഷ്യന്റ് 0 ആയിട്ട് കിട്ടും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സം പ്ലസ് r. സം 7 പ്ലസ് 2. സം 9. ദെൻ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യും വെദർ നം ഈക്വൽ ടു 0 അല്ലെങ്കിൽ നം നോട്ട് ഈക്വൽ ടു 0 ആണോ ചെക്ക് ചെയ്യും. 0 നോട്ട് ഈക്വൽ ടു 0, കണ്ടീഷൻ ഫാൾസ് അല്ലെ. കണ്ടീഷൻ ഫാൾസ് ആവുന്നതോടുകൂടി നമ്മൾ ഈ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. എന്താണത്? സം ഓഫ് ഡിജിറ്റ്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞിട്ട് ആ ഒരു സമ്മിലുള്ള ഈ ലാസ്റ്റ് നമുക്ക് സം വേരിയബിളിൽ എന്താണോ ലാസ്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയത് അത് ഡിസ്പ്ലേ ചെയ്യിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കൊക്കെ മനസ്സിലായായിരുന്നോ? കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓക്കെ, നമ്മൾ നോക്കാം കേട്ടോ, കാര്യമായിട്ട് തന്നെ നോക്കുക. CPP പ്രോഗ്രാമിംഗ് ആണ്, ലാസ്റ്റ് ടൈമിൽ നോക്കാൻ നിൽക്കാതെ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, പിന്നെ വേറൊരു ഹോംവർക്ക് തന്നത് എന്തായിരുന്നു? നമ്മുടെ പാറ്റേൺ പ്രിന്റിങ് അല്ലേ. ഇത് എഴുതിയെടുത്തായിരുന്നോ? വായിക്കട്ടെ. ഹലോ, എഴുതിയെടുത്തായിരുന്നോ? വായിക്കട്ടെ. ഈ പ്രോഗ്രാംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കോണ്ടാക്ട് ക്ലാസ് വരുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യാനും പറയും കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് നോട്ടൊക്കെ വെച്ചോളാം, നോട്ടൊക്കെ എഴുതിക്കോളാം. ഓക്കെ, അത് ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഹെൽപ്ഫുൾ ആവുള്ളൂ.
ഓക്കെ ഓക്കെ. നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം പാറ്റേൺ പ്രിന്റിംഗ് ആയിരുന്നു. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ലൈനിൽ എനിക്ക് ഒരു സ്റ്റാർ, സെക്കൻഡ് ലൈനിൽ എനിക്ക് 2 സ്റ്റാർ. ഓക്കെ, സെക്കൻഡ് ലൈനിൽ എനിക്ക് 2 സ്റ്റാർ, തേർഡ് ലൈനിൽ എനിക്ക് 3, സോറി ഓക്കെ, ഫോർത്ത് ലൈനിൽ എനിക്ക് 4 സ്റ്റാർ, അടുത്ത ലൈനിൽ എനിക്ക് 5 സ്റ്റാർ, ഇങ്ങനെ പോണം. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യിക്കാൻ നമുക്ക് എന്ത് മതി? സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? നമുക്ക് എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കണം. എന്റെ യുവർ നമ്പറിന് ഡിസ്പ്ലേ ചെയ്യിക്കണം. എന്താ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്? സി ഔട്ട് 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ, കോട്സിന്റെ അകത്ത് എന്റെ യുവർ നമ്പറിന് കൊടുക്കുക, ലാസ്റ്റ് സെമിക്കോളൻ കൊടുക്കുക, അല്ലെ? അപ്പൊ സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ? സെയിം, സി ഔട്ട് 2 ഗ്രേറ്റർ ദാൻ ഓപ്പറേറ്റർ, അല്ലെ? കോട്സിന്റെ അകത്ത് സ്റ്റാർ കൊടുക്കുക, പിന്നെ കോട്സ് കഴിഞ്ഞിട്ട് സെമിക്കോളൻ കൊടുക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആ കോട്സ് അടയ്ക്കണം, സെമിക്കോളൻ കറക്റ്റ് തന്നെയാണ് അഭിജിത്ത്. ഓക്കെ ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം, അല്ലെ? പിന്നെ ഇവിടെ ചെയ്യുന്നത് എന്താ? ഫസ്റ്റ് ലൈനില് 1, സെക്കൻഡ് ലൈനില് 2, തേർഡ് ലൈനില് 3, ഫോർത്ത് ലൈനില് 4. അതായത് ഏത് റോ ആണോ ആ റോ നമ്പർ എത്രയാണോ അത്രയും സ്റ്റാർ പ്രിന്റ് ചെയ്യണം, അല്ലേ? ഹലോ, അല്ലേ? ഫസ്റ്റ് റോയില് 1, സെക്കൻഡ് റോയില് 2. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. അത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ 2 കോളം, തേർഡ് റോ 3 കോളം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്ങനെയാന്ന് കാണാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാ? സാധാരണ പോലെ തന്നെ hash include iostream dot h, hash include ponyo dot h, void main. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് എത്ര നമ്പർ ഓഫ് റോസ് ആണ് വേണ്ടതെന്നുള്ളത്, അല്ലേ? എത്ര നമ്പർ ഓഫ് റോസ് വേണമെങ്കിലും നമുക്ക് പോവാം. നമ്പർ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? അപ്പൊ നമ്മൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം? യൂസറിന്റെ അടുത്ത് മേടിക്കേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുക്കുക എൻ്റെ യുവർ ലിമിറ്റ് അല്ലെങ്കിൽ എൻ്റെ ദ നമ്പർ ഓഫ് റോസ് എന്നുള്ളത് കൊടുക്കുക, അല്ലെ? അപ്പൊ റോസ് സേവ് ചെയ്യാൻ, ദ നമ്പർ ഓഫ് റോസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ തന്നെ യൂസ് ചെയ്തു. ദെൻ സി ഔട്ട് and the number of rows. Okay, same rows. ഇതുവരെ ക്ലിയർ അല്ലേ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി 2 ലൂപ്പ്, 2 ലൂപ്പ് വേണം, അതിപ്പോ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലൂപ്പ് റോക്ക് വേണ്ടിയിട്ട്, അടുത്ത ലൂപ്പ് ഈ ഒരു നമ്പർ ഓഫ് സ്റ്റാറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോളത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഫസ്റ്റ് ലൂപ്പിൽ ഞാൻ ഐ എന്നുള്ള വേരിയബിളും സെക്കൻഡ് ലൂപ്പിൽ ഞാൻ ജെ എന്നുള്ള വേരിയബിളും യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? വി ഷുഡ് ഡിക്ലെയർ ദോസ് വേരിയബിൾസ്, അല്ലേ? സോ ഐയും ജെയും ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇൻറ്റീജർ ആയിട്ട്. സോ ഐ എന്നുള്ള ആ ഒരു വേരിയബിൾ, അത് ആ ഒരു ഫോർ ലൂപ്പ് ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നത്?
റോയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് I is equal to 1 എന്നുള്ള രീതിയിൽ തന്നെ പോവാണ്. ഓക്കെ, ഓക്കെ, I is equal to 1. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ 0 എന്നാണ് തുടങ്ങാറ്. പക്ഷെ നമുക്ക് പ്രോഗ്രാം എന്ത് ഔട്ട്പുട്ട് കിട്ടണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ 0th റോ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. റോ 1, റോ 2 എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 0 വരുന്ന സമയത്ത് നമ്മൾ നമ്പർ ഓഫ് റോസ് എത്ര കൊടുക്കണം? 0 കൊടുക്കേണ്ടി വരും അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് റോയില് 0, സെക്കൻഡ് റോയില് 2 സ്റ്റാർ, ഫസ്റ്റ് റോയില് 1 സ്റ്റാർ, സെക്കൻഡ് റോയില് 2 സ്റ്റാർ. ഈ രീതിയിലാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സോ I is equal to 1, I less than or equal to നമ്മുടെ റോസ്. ഓക്കെ, then I plus plus. ഓക്കെ, അപ്പൊ ഇവിടെ ഐന്റെ വാല്യൂ എന്താ? റോസിന്റെ നമ്പർ ആ വരുന്നത്. ഇപ്പൊ റോസ് നമ്മൾ ഒരു 3 കൊടുക്കുകയാണെങ്കിൽ ഐന്റെ വാല്യൂ 1, 2, 3 ഇങ്ങനെ വരും അല്ലേ? ശരിയല്ലേ? ഡൗട്ട് ഉണ്ടോ? ഹലോ, ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ അപ്പൊ ഈ I എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു വേരിയബിൾ ചെയ്യുന്നത് എന്താ? റോയ്ക്ക് വേണ്ടിയിട്ടാണ്, റോന്റെ കൗണ്ട് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർ ലൂപ്പ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നത്? നമ്പർ ഓഫ് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്നത്. ഓക്കെ, ഫോർ j is equal to ഓക്കെ, ഫോർ j is equal to അതും 1 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം സ്റ്റാറിന്റെ നമ്പറിന്റെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 എന്നുള്ള നമ്പർ എന്ന് വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, സോ j is equal to 1, j less than or equal to I. പ്രത്യേകം ശ്രദ്ധിക്കാം, j less than or equal to I. I എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് റോന്റെ നമ്പർ ആണ് അല്ലെ? നമ്പർ ഓഫ് റോ മീൻസ് ആ ഒരു പർട്ടിക്കുലർ റോന്റെ നമ്പർ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഓക്കെ, അത് മാനുവൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. ദെൻ j plus plus. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യാം. ഓക്കെ, കാരണം jth ഫോർ ലൂപ്പ് ആണ് സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ jth ഫോർ ലൂപ്പിന്റെ അകത്താണ് നമ്മൾ സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യാനുള്ളത് എഴുതേണ്ടത്. ഓക്കെ, അത് മാത്രം പോരാ, നമുക്ക് ഓരോ റോയ്ക്കും എന്ത് വേണം? ന്യൂ ലൈനിൽ വേണം സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെ? അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ടാബ് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ സ്റ്റാറും കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസ് വന്നിട്ട് നെക്സ്റ്റ് സ്റ്റാർ വരാൻ വേണ്ടിയിട്ടാണ് ഒരു ടാബ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം jth എന്ന് പറയുന്നത് എന്താണ്? ഒരു റോയിലെ നമ്പർ ഓഫ് സ്റ്റാർ ആണ് j ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു റോ കഴിഞ്ഞാൽ നെക്സ്റ്റ് റോയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് വേണം? നമുക്ക് ന്യൂ ലൈനിലേക്ക് പോകണം അല്ലെ? അപ്പം j ഫോർ ലൂപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ന്യൂ ലൈനിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് വേണം I ഫോർ ലൂപ്പ് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ എല്ലാ സ്റ്റാർ ഒരൊറ്റ ലൈൻ തന്നെ വന്നു പോകും. ഓക്കെ, ദെൻ ഗെറ്റ് ch. ഓക്കെ, അത് മാനുവലി എക്സിക്യൂട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, അപ്പം ഇവിടം വരെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. സീൻ റോസ് വരെ അല്ലെ? ഇപ്പൊ എന്റെ റോ എന്ന് പറയുന്നത് ഇത്, എന്റെ നമ്പർ ഓഫ് റോ, എന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 5 ആയിക്കോട്ടെ. ഓക്കെ, എന്റെ റോസ് 5. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ പോയി ഫോർ I is equal to 1 അല്ലെ? ഐന്റെ വാല്യൂ 1 ആണ്. I equal to 1, I less than or equal to rows, 1 less than or equal to 5 എന്താ? 2 ആണ്. സോ ഫോർ ലൂപ്പിന്റെ അകത്ത് കയറി. ഐന്റെ ഫോർ ലൂപ്പ് ഇത്രയും ഉണ്ട്. ഹലോ ടീച്ചർ, എഴുതുന്നൊന്നും കാണുന്നില്ല. എന്റെ പ്രശ്നമാണോന്ന് അറിയില്ലേ?
പുതിയതായിട്ട് എഴുതുന്നൊന്നും കാണുന്നില്ല. നേരത്തെ എഴുതുന്ന അടിയുണ്ട്. ഹലോ, പറയുന്ന കേൾക്കുന്നുണ്ടോ? ആ, കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ കാണുന്നുണ്ടോ? ജസ്റ്റ് സ്ക്രീൻ നോക്കൂ. സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ. ഇത്രയും ഭാഗം കിട്ടിയായിരുന്നോ ഫോർ ലൂപ്പിന്റെ അകത്ത്? അത്രയും ഭാഗം കിട്ടിയത്. പിന്നെ മാനുവലി എക്സിക്യൂട്ട് ചെയ്യുന്നതാ കാണാൻ. ഇപ്പം കാണുന്നുണ്ട്. ഹലോ, ഇപ്പം കാണുന്നുണ്ട്. ഫോർ ലൂപ്പിന്റെ അകത്ത് പോകുന്ന കിട്ടിയായിരുന്നോ? ഹലോ, ഓക്കെ, മനസ്സിലായി. ഓക്കെ, ഞാൻ ഇത്ര തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഈസ് ഇക്വൽ ടു 1, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ്. സോ ഫോർ ലൂപ്പിന്റെ അകത്ത് കയറി. ഓക്കെ, ഇപ്പൊ ഫോർ ലൂപ്പ് ഐന്റെ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് മീൻസ് ഐ വേരിയബിൾ യൂസ് ചെയ്യുന്ന ഫോർ ലൂപ്പിന്റെ ബോഡി എന്ന് പറയുന്നത് ഇത്രയും ഭാഗമുണ്ട് അല്ലേ? അല്ലേ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഇനി ജെന്റെ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞാലോ അത് ഈ ഒരു ഭാഗമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഐ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഔട്ടർ ലൂപ്പും ജെ എന്ന് പറയുന്നത് ഇന്നർ ലൂപ്പും ആണ് അല്ലെ? ഈ ജെ ഫോർ ലൂപ്പ് എപ്പോഴേ എക്സിക്യൂട്ട് ആവുള്ളൂ? ഐത്ത് ഫോർ ലൂപ്പ് ട്രൂ ആയിട്ട് അകത്ത് കയറിയാലേ ജെത്ത് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഐത്ത് ഫോർ ലൂപ്പിന്റെ അകത്ത് കയറി തുടക്കം തന്നെ കാണുന്ന എന്താണ്? ഫോർ ലൂപ്പ് ജെ അല്ലെ? അപ്പം ജെയിന്റെ അകത്ത് ഐന്റെ സബ് ആയിട്ട് ജെ ചെയ്യാണ്. ജെ ഈസ് ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ജെയും 1 ആണ്, ഐയും 1 ആണ്. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സമയത്ത് ഐ ലെസ് ദാൻ എന്നുള്ളത് ഇല്ല, ബട്ട് ഐ ഈക്വൽ ടു 1, സോറി, ഐ ഈക്വൽ ടു ജെ എന്നുള്ളത് ട്രൂ കണ്ടീഷൻ അല്ലേ? ഓർ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒന്ന് 1 ആയിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 അല്ലെ? ഔട്ട്പുട്ട് ട്രൂ അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ അത്? ഹലോ, ഹലോ, ഓക്കെ. സോ നമ്മുടെ കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ജെത്ത് ഫോർ ലൂപ്പിന്റെ അകത്ത് കയറും. എന്ത് ചെയ്യും? ഒരു സ്റ്റാർ ഡിസ്പ്ലേ ചെയ്യിക്കും, ഒരു ടാബും ഡിസ്പ്ലേ ചെയ്യിക്കും. അത് സ്റ്റാർ കഴിഞ്ഞിട്ടൊരു സ്പേസ്. ഓക്കെ, ഓക്കെ. ഇനി എന്ത് ചെയ്യും? ജെയിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ജെ ഈസ് ഇക്വൽ ടു 2 അല്ലേ? അങ്ങനല്ലേ നമ്മൾ ചെയ്യാറ്? ഹലോ, ഓക്കെ, ഓക്കെ. ക്ലോസിംഗ് ബ്രേസസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ഫോർ ലൂപ്പിന്റെ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യും. ജെ ഈസ് ഇക്വൽ ടു 2 ആയി
വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ 1 ആണോ, അല്ലെ? ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ എന്ന് ചെക്ക് ചെയ്യും. കണ്ടീഷൻ എന്തായി? കണ്ടീഷൻ ഫാൾസ്, അല്ലെ? ജെ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, കണ്ടീഷൻ ഫാൾസ്. എന്തായി? ഫോർ ലൂപ്പ് എക്സിറ്റ് ആയി. ഫോർ ലൂപ്പ് ജെന്റെ ഫോർ ലൂപ്പ് എക്സിറ്റ് ആയി. അതായത് ഈ ഒരു ലൂപ്പ് നിന്നാണ് എക്സിറ്റ് ആവുക. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണുന്നത് എന്താ? ന്യൂ ലൈൻ, അല്ലെ? അപ്പൊ നെക്സ്റ്റ് ലൈനിൽ പോയിട്ടാണ് നമ്മുടെ നിൽക്കുക. ഓക്കെ, മനസ്സിലായോ? ഹലോ, ഓക്കെ. ഇനി നെക്സ്റ്റ് ലൈൻ പോയി നിന്നു, ന്യൂ ലൈൻ കണ്ടു, നെക്സ്റ്റ് ലൈൻ പോയി നിന്നു. ഇനി നെക്സ്റ്റ് കാണുന്നത് എന്താണ്? ഐ ഫോർ ലൂപ്പിന്റെ ക്ലോസിംഗ് ബ്രേസസ്, നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പിന്റെ ക്ലോസിംഗ് ബ്രേസസ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഐ ഇൻക്രിമെന്റ് ചെയ്യും. ഐ ഇസ് ഇക്വൽ ടു 2. ദെൻ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അല്ലെ? കണ്ടീഷൻ ട്രൂ, അല്ലെ? കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഐന്റെ ഫോർ ലൂപ്പ് ബോഡിയിൽ കയറും. For j is equal to 1, again j equal to 1, j less than or equal to I, അതായത് 1 less than or equal to 2, കണ്ടീഷൻ ട്രൂ, അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്റ്റാർ ഒരു ലൈനിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈനിന്റെ കാര്യം എടുക്കുകയാണ്. സോ ഐന്റെ വാല്യൂ 2 ആയി, ഐന്റെ വാല്യൂ 2 ആയി, കണ്ടീഷൻ ട്രൂ ആയി. എന്നിട്ട് വീണ്ടും ജെയിന്റെ വാല്യൂല് നമ്മൾ പോകുന്ന സമയത്ത് ജെയിന്റെ വാല്യൂ തുടങ്ങുന്നത് 1 വെച്ചിട്ടാണ് തുടങ്ങുക. ഓക്കെ, നേരത്തെ ഇക്വേഷൻ 2 വെച്ചിട്ട് തുടങ്ങില്ല. ജെ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഫോർ ദ റോ നമ്പർ 2. ഓക്കെ, അപ്പം ഇവിടെ കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്യും? ഒരു ജെ ഫോർ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഒരു സ്റ്റാറും ഒരു ടാബും എക്സിക്യൂട്ട് ചെയ്യും, അല്ലെ? പിന്നെ കാണുന്നത് ക്ലോസിംഗ് ബ്രേസസ് ആണ്. അപ്പൊ അവിടെ എന്താ നടക്കുന്നത്? ക്ലോസിംഗ് ബ്രേസസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജെയിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. അതും നമ്മൾ ചെക്ക് ചെയ്യും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതും ട്രൂ ആണ്, അല്ലെ? അതും ട്രൂ ആണ്. സോ ആ ഒരു സെയിം റോള് തന്നെ എന്ത് ചെയ്യും? അടുത്ത സ്റ്റാറും പ്രിന്റ് ചെയ്യും, അടുത്ത ടാബും പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ഓക്കെ, സോ അങ്ങനെ ഇനി വീണ്ടും ക്ലോസിംഗ് ബ്രേസസ് കാണും. ഈ ക്ലോസിംഗ് ബ്രേസസ് കാണുന്ന സമയത്ത് വീണ്ടും ജെയിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ജെ ഈസ് ഇക്വൽ ടു 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, പാസ്. ജെ ഫോർ ലൂപ്പ് എക്സിറ്റ് ആവും, അല്ലെ? ജെ ഫോർ ലൂപ്പ് എക്സിറ്റ് ആവും, ന്യൂ ലൈൻ കാണും, ന്യൂ ലൈനിൽ പോയി നിൽക്കും, അല്ലെ? വീണ്ടും എന്തായി? ഐന്റെ വാല്യൂ ഇൻക്രിമെന്റ് ആവും. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? കോഡ് മനസ്സിലായോ? എങ്ങനെയാ വർക്ക് ആവുന്നതെന്ന്? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, കോഡ് എഴുതിയെടുത്തോ? ഓക്കെ, അപ്പം സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ കൂടുതലും ഓപ്പറേഷൻ ഓവർലോഡിംഗ് ഒക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ കേട്ടോ. ഹലോ അഭിജിത്ത്, വേഗം പറയണേ. അനുവിന്ദ്, അപർണ, അർച്ചിത. ഓക്കെ, അർച്ചിത, അരുൺ പി കെ. ഓക്കെ, അശ്വേത, ഓക്കെ. ചന്ദ്രലേഖ, ചന്ദ്രലേഖ. ഓക്കെ, ഗോപിക. കേട്ടു. ഗോപിക ആബ്സെന്റ്. ഹർഷ്, ഹിപ്സു, ജസീം, പാർവതി, രോഹിത്, വൈഷ്ണവി, അശ്വിൻ രാജ്, ദീപ്തി, ഹരിത, സനില,
ശിശിര, സൗമ്യ, ശിശിര. ഓക്കെ, ഗോപിക, ജസീം, ശിശിര ആബ്സെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രണ്ട് ഫംഗ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപിക പ്രസന്റ് ആണോ? ഓക്കെ, ജസീം ആൻഡ് ശിശിര. ഓക്കെ, അപ്പം ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ആക്സസ് സ്പെസിഫയേഴ്സ് പറഞ്ഞ സമയത്ത് ഈ പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ഈ രണ്ട് ആക്സസ് സ്പെസിഫയേഴ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സിനെ ആ ക്ലാസിന്റെ മെമ്പർ ഫംഗ്ഷനും ആ ക്ലാസിന്റെ ഫ്രണ്ട് ഫംഗ്ഷനും ആക്സസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഫ്രണ്ട് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ പറയാന്നുള്ളതാണ്. ഓക്കെ, ഫ്രണ്ട് ഫംഗ്ഷൻ നമ്മളെ ക്ലാസിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യും, പക്ഷെ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ക്ലാസിന്റെ പുറത്തായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സിന്റാക്സും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്, ക്ലാസ് നെയിം, ക്ലാസിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഫംഗ്ഷൻ ഡിക്ലറേഷൻ പോലെ തന്നെ, പക്ഷെ ഫ്രണ്ടില് ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ ക്ലാസിന്റെ അകത്ത് നമ്മൾ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ, ഡിഫൈനിങ് എപ്പോഴും ക്ലാസിന്റെ പുറത്താണ്. ബട്ട് സാധാരണ ക്ലാസ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന പോലെയല്ല. സാധാരണ ക്ലാസ് നമ്പേഴ്സ് മീൻസ് മെമ്പർ ഫംഗ്ഷൻസ് നമ്മൾ പുറത്ത് ഡിഫൈൻ ചെയ്യുന്നെങ്കിൽ എങ്ങനെയാ ചെയ്യാറ്, ഡാറ്റ ടൈപ്പ്, ക്ലാസ് നെയിം, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ ഫംഗ്ഷൻ നെയിം, ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇത് സാധാരണ രീതിയിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഉള്ളൂ. റിട്ടേൺ ടൈപ്പ്, ദാറ്റ് മീൻസ് ഡാറ്റ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെന്റ്. അതായത് ഇവിടെ ഫ്രണ്ട് ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ എന്തൊക്കെ കൊടുത്തോ അത് തന്നെ ഇവിടെ. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ട് ഫംഗ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. നാളെ ഫുള്ളായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പോവാണ്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും പ്രോഗ്രാമിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം തന്നെ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹലോ, പോയാ? ഓക്കെ, so thank you.